ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ കാര്യങ്ങൾ അതേപടി ഭൂമിയിൽ. ഇപ്പൊ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഒരാൾക്കും രണ്ടഭിപ്രായമില്ലാത്ത ഏക വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ജനിച്ചാൽ മരിക്കുന്നുള്ളതായിരിക്കും, അത് പിന്നെ പ്രസംഗിക്കണ്ടല്ലോ. രണ്ടാമത്തെ വിഷയം എന്താണ്? സമയത്തിന് നല്ല സ്പീഡാണ് എന്നുള്ളതായിരിക്കും. പണ്ട് ഗൾഫിൽ ഒന്നിച്ച് റൂംമേറ്റ്സായി ജോലി ചെയ്ത ആൾ നാട്ടിൽ കണ്ടാൽ, കല്യാണത്തിന് കണ്ടാൽ പറയും 20 കൊല്ലായോ. പണ്ട് ഒന്നിച്ച് SLC-യിലോ +2-ലോ പഠിച്ച കുട്ടികൾ രണ്ടാമത് ഗെറ്റ് ടുഗദർ കൂടിയാ പറയും 12 കൊല്ലായോ. ഫാമിലി ഗ്രൂപ്പിൽ ഏതെങ്കിലും കുട്ടിയുടെ ബർത്ത്ഡേ 10 അല്ലെ 15, 5 എന്ന് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും 5 കൊല്ലോ 10 വയസ്സോ. ഇതൊക്കെ എപ്പോ? അതിവേഗതയിലാണ്. ഒന്നിനും സമയം തികയാത്ത പോലെയാണ്. യന്ത്രങ്ങളോ കാളവണ്ടിയിലും കഴുതവണ്ടിയിലും മൂരിവണ്ടിയിലും കുതിരവണ്ടിയിലും കാൽനടയായും ഒക്കെ സഞ്ചരിച്ചിരുന്ന ആൾക്കാരെ മക്കൾക്ക് അതിവേഗതയിൽ ചെടുതി വേഗതയിൽ ദൂരങ്ങളെ താണ്ടിത്തള്ളുന്ന ടെക്നോളജി ഉണ്ട്. പക്ഷേ സമയം ഒന്നിനും മതിയാകുന്നില്ല. ആശയവിനിമയ മാധ്യമങ്ങളുണ്ട്, സമയം മതിയാകുന്നില്ല. ഈ ഒരു പ്രതിഭാസത്തെ കുറിച്ച് ലോകത്ത് എവിടെയെങ്കിലും ഒരു വിശദീകരണം ഉണ്ടെങ്കിൽ അത് ഈ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. സയഅതി സമാനുൻ അലന്നാസ്, സമൂഹം ഒരു കാലം കാണാനിരിക്കുന്നു. യതകാറബു ഫീഹി സമാൻ, ആ കാലത്ത് സമയങ്ങൾ അടുത്തടുത്ത് വരും. ഏതുപോലെ എന്നാൽ ഫതകൂനു സനതു കശഹർ, ഒരു കൊല്ലം ഒരു മാസം പോലെ പോകും. വയകൂനു ശഹറു കൽ ജുമഅ, ഒരു മാസം ഒരു ആഴ്ച പോലെ പോകും. ഫതകൂനുൽ ജുമഅതു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം എന്ന പോലെ പോകും. വയകൂനുൽ യൗമു കസ്സഅ, ഒരു ദിവസം ഒരു മണിക്കൂർ എന്ന പോലെ പോകും. ഫതകൂനു സഅതു കതർഫത്തിൽ ഐൻ, ഒരു മണിക്കൂർ കണ്ണ് ചിമ്മി തുറക്കുന്ന അത്രയും വേഗതയിൽ ചെടുതി അവസാനിച്ചു പോകുമെന്ന് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കൃത്യമായിട്ടാണ്